ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ RRB JEE 2025 നോട്ടിഫിക്കേഷൻ ഇങ്ങ് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ RRB JEE ഒരു വേക്കൻസി അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് 10,000 പുതിയ വേക്കൻസികളാണ് RRB JEE ആഡ് ആവാൻ പോകുന്നത്. അപ്പം നമുക്ക് നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ 2025 JEE നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം വളരെ മികച്ചൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം നമുക്കറിയാം ഈ RRB JEEക്കായിട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എന്താണ്, അപ്പം ഏത് രീതിയിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് RRB JEEക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് തയ്യാറെടുക്കുന്നവർക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് കൊണ്ടുവരികയാണ്. RRB JEEയുടെ ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, സിവില്, കമ്പ്യൂട്ടർ അങ്ങനെ എല്ലാ ട്രേഡുകളിലേക്കും യൂസ്ഫുൾ ആവുന്ന നമ്മുടെ CBT 1ന്റെയും അതേപോലെ CBT 2നെ കുറിച്ച് നിങ്ങൾക്കൊരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ഈ ഒരു ഫ്രീ വർക്ക്ഷോപ്പിലൂടെ. അപ്പോൾ നമ്മുടെ ഈ വർക്ക്ഷോപ്പ് വരുന്നത് സെപ്റ്റംബർ മാസം 9-ാം തീയതി രാത്രി 8 മണിക്കാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് തികച്ചും ഫ്രീ വർക്ക്ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു RRB JEEയുടെ ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസീസുമായിട്ടാണ് RRB JEEയുടെ നോട്ടിഫിക്കേഷൻ ഇത്തവണ എത്താൻ പോകുന്നത്. അപ്പം ആരും ഇത് മിസ് ചെയ്യരുത്. നല്ലൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRB JEEക്കായിട്ട് എല്ലാ ബ്രാഞ്ചുകളിലേക്കുമുള്ള കോഴ്സസ് ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.